Mosaic India. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേറിട്ട ചില വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. എന്നോടൊപ്പമുള്ളത് കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലെ സൈക്കോളജി വിഭാഗം പ്രൊഫസറും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റുമായിരുന്ന ഡോക്ടർ വി ജോർജ് മാത്യു ആണ്. പാരാസൈക്കോളജിയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയം. 83-ലെത്തിയിട്ടും മനഃശാസ്ത്രത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഒക്കെ ലോകത്തിൽ ഇപ്പോഴും സദാ വ്യാപൃതനാണ് ഡോക്ടർ ജോർജ് മാത്യു. ഏതാണ്ട് 54 വർഷം മുൻപ് കാര്യവട്ടം ക്യാമ്പസിനോട് ചേർന്ന് തൻ്റെ 2.5 ഏക്കർ സ്ഥലത്ത് അദ്ദേഹം തന്നെ നിർമ്മിച്ച ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് ഉണ്ട്. കാടെന്ന് തന്നെ പറയാം. നാച്ചുറൽ ഫോറസ്റ്റ് പോലും ഇത്രയേറെ നിബിഡമാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇതിന് നടുവിലുള്ള തൻ്റെ വീട്ടിൽ സംതൃപ്തനായി കഴിയുകയാണ് ഡോക്ടർ ജോർജ് മാത്യു. തൻ്റെ മനഃശാസ്ത്ര പഠനവും ഗവേഷണവുമൊക്കെ ഈ 83-ാം വയസ്സിലും തുടർന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ജോർജ് മാത്യുവിന് ഒരുപാട് ജീവിതാനുഭവങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാനുണ്ട്. സാറിന് ഈ സ്പിരിറ്റ്സിലൊക്കെ വിശ്വാസം? അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. സാധാരണ ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോസ്റ്റ് എന്ന് പറയുന്നത് ടൈം സ്ലിപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. പണ്ട് നടന്ന ഒരു സംഭവം നമ്മളിപ്പോൾ കാണുന്നു. തൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുള്ള ഹോണ്ടഡ് ഹൗസ് അല്ലെങ്കിൽ പ്രേതബാധയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന വീടുകളും ചില ഗ്രാമങ്ങൾ തന്നെയും അദ്ദേഹം ഇതിനോടകം സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു അസിസ്റ്റൻറ്റ് ഫോട്ടോഗ്രാഫർ എന്നെ വന്ന് കണ്ടു. അയാൾ രാവിലെ മൂത്രമൊഴിക്കാനോ മറ്റോ പോയപ്പോൾ 3 വെളുത്ത രൂപങ്ങൾ ഇയാളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വളരെ ക്ലിയറായിട്ട് കണ്ടു. അത് മനുഷ്യ രൂപമാണോ അല്ലയോ എന്ന് പറയാൻ വയ്യ. നല്ല വെളുപ്പാണ്. 3 എണ്ണം ഉണ്ടായിരുന്നു. അത് എന്നെ തന്നെ ഇങ്ങനെ 3 എണ്ണം വാച്ച് ചെയ്തു. ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് ഡോക്ടർ ജോർജ് മാത്യു സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സാർ നമസ്കാരം. ഇതൊരു കാടിൻ്റെ നടുവിലൊരു വീട്, അങ്ങനെയാണ് സാർ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്? അതെ. വാങ്ങുമ്പോഴെങ്ങനെയായിരുന്നു ഇതിൻ്റെ അവസ്ഥ? ഇവിടെയൊക്കെ തെങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങ് താഴെ കുറച്ച് കപ്പലുമാവ് മരങ്ങളും ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ നട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ഒരു 50 വർഷം പഴക്കമുള്ള വൃക്ഷങ്ങളാണുള്ളത്. തിക് ഫോറസ്റ്റ് പോലെ തോന്നുന്നുണ്ട്. അതെ അതെ. ഇതെങ്ങനെ ഇവിടെ ആളുകൾ സന്ദർശകരെത്താറുണ്ടോ ഇതൊക്കെ കാണാൻ? ഉണ്ടല്ലേ? ബേർഡ് വാച്ചേഴ്സ് വരാറുണ്ട്. ഓ ഓ, പക്ഷികൾ ഒരുപാട് ധാരാളം രാവിലെയും വൈകിട്ടും ഒക്കെ പക്ഷികളെ കാണാൻ വരും. ഓ, ഇതിൻ്റെ എത്ര സ്പീഷീസ് ഉണ്ടെന്നൊക്കെ ആരെങ്കിലും കണക്കെടുത്തിട്ടുണ്ടോ? അല്ല, അത് എപ്പോഴും മൂവിങ് ആണ്. ചില സീസണിൽ കൂടുതൽ പക്ഷികളുണ്ട്. ഓ, ഇങ്ങനെ ഒരു വാക്കിംഗ് പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ അതെ. ഈ കാടിനകത്തൂടെ നടക്കാനായിട്ട് ആളുകൾ നടക്കാനും വരുന്നുണ്ട്. സാറ് കൗൺസിലിംഗ് ഒക്കെ നടത്താറുണ്ടോ? പ്രൊഫഷണലായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാറില്ല. ഇല്ല. ഞാനങ്ങനെ കൺസൾട്ടേഷൻ ഒരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടില്ല ഒരിക്കലും. എനിക്കതിന് സമയമില്ല, താല്പര്യമില്ല. ഞാൻ കൂടുതൽ റിസർച്ചിലാണ്. സാറ് ഈ പാരാസൈക്കോളജിയിൽ ധാരാളം റിസർച്ച് ചെയ്തിട്ടുള്ള ആളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണോ? ഇത് പാരാസൈക്കോളജി എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആണെന്നുള്ളതേ ഉള്ളൂ. ശരിക്കും എൻ്റെ ഏരിയ ഹോളിഗ്രേറ്റീവ് സൈക്കോളജി എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ്? അത് ഹോളിസ്റ്റിക് ആൻഡ് ഇൻ്റഗ്രേറ്റീവ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ഹോളിഗ്രേറ്റീവ്. ഞാൻ തന്നെ കോയിൻ ചെയ്ത ഒരു വാക്കാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് പാരാസൈക്കോളജി ഉണ്ട് എന്നേ ഉള്ളൂ. ഈ പാരാസൈക്കോളജിയിൽ സാറിന് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു സബ്ജക്ട്സ്? എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഏരിയയാണ്. അത് പണ്ട് പാരാസൈക്കോളജിയുടെ പാർട്ടായിരുന്നു. ഇപ്പോൾ കോൺഷ്യസ്നെസ് സ്റ്റഡീസ് എന്നുള്ളത് ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചായി. അത് സൈക്കോളജി മാത്രമല്ല, അത് സയൻസിൽ തന്നെ കോൺഷ്യസ്നെസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. കേരളത്തിലിപ്പോൾ കുട്ടിച്ചാത്തൻ
സേവയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ടല്ലോ, നമ്മുടെ വടക്കോട്ടാണെന്ന് തോന്നുന്നു അല്ലേ കൂടുതൽ? തൃശ്ശൂർ ഭാഗത്താണ് തൃശ്ശൂർ ഭാഗത്താണ്. കുട്ടിച്ചാത്തൻ. സാർ അത് സ്റ്റഡി ചെയ്തിട്ടുണ്ടോ അതിനെ? ഉണ്ട് ഉണ്ട്. ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് വളരെ ഒരു പോപ്പുലർ കൺസെപ്റ്റാണ്. ഈ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി ഒരുപാട് പേര് പൈസ അയക്കുന്നുണ്ട്. അപ്പോൾ ഇത് എളുപ്പം പ്രസാദിക്കുന്ന ഒരു പകുതി ദുർദേവത ആയിട്ടാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഉപാസന ചെയ്യുന്നവരൊക്കെ പറയുന്നത് ഇത് ശാസ്താവാണെന്നാണ്. ഓക്കെ. പിന്നെ ശാസ്താവ് എന്താണെന്ന് റിസർച്ച് ചെയ്ത് പോകുമ്പോൾ ശാസ്താവ് ബുദ്ധനുമാണ്. ഈ അമരകോശത്തിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശാസ്താവ് ബുദ്ധൻ തന്നെയാണ്, ശാക്യമണി ബുദ്ധൻ അമരകോശത്തിൽ പറയുന്നു ക്ലിയറായിട്ട് പറയുന്നു. അമരകോശത്തിൽ ഒന്നിൽ കൂടുതൽ ഭാഗത്ത് ശാസ്താവ് ബുദ്ധനാണെന്ന് പറയുന്നു. ഓ, അപ്പം അതിൽ പറയുന്ന പേരും ഇങ്ങനെ തന്നെയാണോ, ശാസ്താവ്? അതെ, ശ്രീഘന ശാസ്ത ശാക്യമണി ബുദ്ധൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയും അമരകോശത്തിനുള്ള പ്രത്യേകത വരെ വാക്ക് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഒരുപാട് തെളിവുണ്ട്. പലയിടത്തും ശാസ്ത വിഗ്രഹം എന്ന് പറയുന്നത് ചുരുണ്ട മുടിയായിട്ടിരിക്കുന്ന ബുദ്ധവിഗ്രഹം തന്നെയാണ്. അത് ഹിസ്റ്റോറിക്കലായിട്ട് ഒരുപാട് തെളിവുണ്ട്. അപ്പോൾ ഈ ബുദ്ധമതത്തിൻ്റെ അവസാന കാലത്ത് ബുദ്ധനെ തന്നെ ദൈവമാക്കുകയും ഉത്സവത്തിന് എഴുന്നള്ളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ചെറിയ ബുദ്ധവിഗ്രഹത്തിനാണ് ആദ്യം കുട്ടി ശാസ്താവെന്ന് പറഞ്ഞിരുന്നത്. അതാണ് കുട്ടിച്ചാത്തനായിട്ട് മാറിയതെന്നാണ് പറയുന്നത് ഹിസ്റ്റോറിക്കലായിട്ട്. അപ്പോൾ ഏതായാലും ഈ അവണങ്ങാട്ട് പണിക്കരുടെ അവിടെ വീട്ടിൽ തന്നെ വലിയ ഒരു ശാസ്താവിൻ്റെ വിഗ്രഹമാണ് ഉള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് മണി ഓർഡർ വരുന്നതിൻ്റെ കൂപ്പണൊക്കെ ഇതിൻ്റെ അടിയിൽ കൊണ്ടിട്ടേക്കും. എന്നിട്ട് ഇദ്ദേഹം ദിവസത്തിൽ ഒരു പ്രാവശ്യം ശാസ്താവിൻ്റെ പൂജയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഈ മണി ഓർഡർ അയക്കുന്നവർക്കെല്ലാം ശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഉദ്ദിഷ്ട കാര്യം നടക്കുന്നത്. പക്ഷെ ആളുകൾ വിചാരിക്കുന്നത് ഇതെന്തോ ഒരു ദുർദേവതയാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് ശാസ്താവ് തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അങ്ങനെ റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. സാറിന് അവിടെ സാറിൻ്റെ റിസർച്ചിൽ ഈ ഗവേഷണത്തിനിടയിൽ സാറിന് എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ഒരു എനർജി കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ എന്തെങ്കിലും അങ്ങനെ ഒരു? അത് കാണുകയല്ല, അതൊരു ഫീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതായത് ഓരോ സ്ഥലത്തിനും ഓരോ സൈക്കിക് ഫീൽഡുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സൈക്കിക് ഫീൽഡുണ്ട്. ഈ ഫീൽഡ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാറ് വന്നപ്പോൾ സാറിൻ്റെ വൈബ്രേഷനും ഇവിടെ മുമ്പുണ്ടായിരുന്ന വൈബ്രേഷനും എല്ലാവരും കൂടെ ചേർന്ന ഒരു വൈബ്രേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഓരോ സ്ഥലത്തിനും ഒരു ഫീൽഡുണ്ട്, അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്തെ വൈബ്രേഷൻ എന്ന് പറയുന്നത് പണ്ട് തൊട്ട് അവിടെ വരുന്ന സംഭവങ്ങളുടെ എല്ലാം ഒരു എഫക്റ്റ് അതിനുണ്ടായിരിക്കാം. പിന്നെ അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്ഥലം, ഒരു വീട് വാടകയ്ക്കെടുത്തു. അവിടെ നിരന്തരം പല പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായി. ഈ സാധനങ്ങൾ മാറി, സ്ഥലം മാറിയിരിക്കുക. അപ്പോൾ ഇദ്ദേഹം ഒരു ഫ്രണ്ടും കൂടെയാണ് അവിടെ ആദ്യം താമസം തുടങ്ങിയത്. അവിടെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചില സാധനങ്ങൾ സ്ഥലം മാറിയിരിക്കുക. പിന്നെ ഇവർക്കെല്ലാം ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്യുക. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ അവിടെ പോയി. ഫ്രണ്ട് സൈക്കിക്കാണ്. അപ്പോൾ ഫ്രണ്ടിന് ആ വീട്ടിൽ കയറിയ ഉടൻ തന്നെ ഒരു വിഷൻ ഉണ്ടായത്, ഈ പപ്പായ ഉണ്ടല്ലോ, പപ്പായ രണ്ടായിട്ട് മുറിച്ച് നിറയെ കുറിവായിട്ടിരിക്കുന്ന ആ ഒരു ഇമേജാണ് ഉണ്ടായത്. പിന്നെ ഒരു പ്രത്യേക പോയിന്റ് ചെന്നപ്പോൾ പുള്ളിക്ക് ഒരു ഡിപ്രഷൻ തോന്നി. അപ്പോൾ ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നൊക്കെ പുള്ളി പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം അടുത്ത വീട്ടിലെ ഒരു ലേഡിയോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ താമസിച്ച് അവർക്ക് ഓവറിയൻ ക്യാൻസർ വന്നാണ് അവർ മരിക്കുന്നത്. അപ്പോൾ അവർ കിടന്ന സ്ഥലത്താണ് ഈ നെഗറ്റീവ് എനർജി എന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീയുടെ അത് സൈക്കിക്ക് ഫ്രണ്ടാണ് എൻ്റെ കൂടെ വന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ മക്കളൊക്കെ വെളിയിലാണ്. ഈ സ്ത്രീ ഒറ്റയ്ക്ക് അവിടെ താമസിച്ച് ഒരുപാട് നാൾ അസുഖമായിട്ട് കിടന്ന് അടുത്ത വീട്ടുകാരാണ് ആഹാരമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്.
അങ്ങനെ അവിടെ കിടന്ന് മരിച്ചതാണ്. പിന്നെ കൂടുതൽ ആളുകൾ വരികയും ഒക്കെ ചെയ്തപ്പോൾ അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ് മാറി. ഇന്നിപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല, വളരെ പോസിറ്റീവാണ്. എന്താ അവിടെ എന്തെങ്കിലും പൂജ അങ്ങനെയൊന്നും ചെയ്തില്ല. ഇപ്പോൾ ആളുകൾ വന്നാൽ മതി, അറ്റ്മോസ്ഫിയർ മാറും. അവിടെ ഇപ്പോൾ ഒരു ചെറിയ ബിസിനസ് നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾ വന്നു പോകുന്ന സ്ഥലമാണിപ്പോൾ. അപ്പോൾ ഫ്രണ്ട് ആ സ്ഥലം താമസിക്കുകയല്ല, വേറൊരിടത്താണ് താമസിക്കുന്നത്. ഇവിടെ ഒരു ബിസിനസ് ആണ് നടത്തുന്നത്. അപ്പോൾ ഓരോ ആൾ വരും തോറും ആ ഒറിജിനൽ അറ്റ്മോസ്ഫിയറിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ സന്തോഷമായിട്ട് അവിടെ വരികയും സന്തോഷമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ സൈക്കിക് ഫീൽഡിന് മാറ്റം ഉണ്ടാകും. അങ്ങനെ ആ നെഗറ്റിവിറ്റി അങ്ങ് കംപ്ലീറ്റ് മാറും. ഇപ്പോൾ പൂജ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ഒരു നമ്പൂതിരി വന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആളുകൾക്കെല്ലാം മനസ്സിലൊരു മാറ്റം ഉണ്ടാവും, അവർക്ക് കോൺഫിഡൻസ് വരും. അങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത്. എനർജി ലെവൽ മാറുക എന്നുള്ളതാണ്. അതെ 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 അതെ. സാർ, ഈ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പണിക്കരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവിടെ പൂജകളുണ്ടായിരുന്നു സാർ? അത് അദ്ദേഹം പറഞ്ഞത് ദിവസം ഓരോ പ്രാവശ്യമേ അദ്ദേഹം പൂജ ചെയ്യുള്ളൂ. ഈ വരുന്ന മണി ഓർഡർ കൂപ്പണൊക്കെ ആ വിഗ്രഹത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ്. ഞാൻ ചെന്നപ്പോൾ കണ്ട് അവിടെ കിടക്കുന്നത്. സമർപ്പിക്കുക എന്ന് പറയും. അതെ അതെ, ശാസ്താവിൻ്റെ പൂജയാണ് അദ്ദേഹം ചെയ്യുന്നത്. ആളുകൾ പറഞ്ഞായിരിക്കണം ഇത് ദുർദേവതയുടെ ഒരു പരിവേഷം. അതായത് ഈ ബുദ്ധമതം ക്ഷയിച്ചതിന് ശേഷം ബുദ്ധമതത്തിലെയും ജൈനമതത്തിലെയും ഒരുപാട് ദേവതകൾ ദുർദേവതകളായിട്ട് മാറി. ഉദാഹരണമായിട്ട് യക്ഷി. ഒരു കാലത്ത് കേരളം ഒട്ടുക്ക് യക്ഷി അമ്പലങ്ങളുണ്ടായിരുന്നു. യക്ഷി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒറിജിനലായിട്ട് ഈ പത്മാവതി എന്നൊക്കെ പറഞ്ഞ് ജൈന മതത്തിലെ ദേവതകളാണ്. അതെല്ലാം സന്മൂർത്തികളായിരുന്നു. അപ്പോൾ ജൈനമതവും ബുദ്ധമതവും ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ അതിലെ ദേവന്മാരെല്ലാം ദുർദേവതകളായിട്ട് മാറിയതാണ്. ഇന്നിപ്പോൾ യക്ഷി എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പിടിച്ച് തിന്നുന്ന ഒരു... അല്ല സാറേ, അത് കഥകളിലൂടെ വന്നതല്ലേ? അല്ല, ഈ കഥകൾ വരാൻ തന്നെ കാരണം ഇതാണ്. ഈ ജൈനമതമൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരായിട്ടൊരു പ്രചാരണമുണ്ടായി. പിന്നെ ആളുകളുടെ മനസ്സിലും ഇതിനോട് അവജ്ഞയുണ്ടായി. അങ്ങനെയാണ് ദുർദേവതകളായിട്ട് മാറുന്നത്. ചാത്തൻ മഠത്തിലല്ലാതെ മറ്റേതൊക്കെ സ്ഥലങ്ങൾ ഇതുപോലെ പോയിട്ടുണ്ട് സാറേ ഈ പാരസൈക്കോളജിയുടെ റിസർച്ചിനിടയിൽ? ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹോണ്ടഡ് ആണെന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അത് ഞാൻ സ്വയമേവ പോയത് കൂടാതെ ഈ ചില ടെലിവിഷൻ കമ്പനിക്കാർ എന്നെ വിളിച്ച് അവരുടെ കൂടെ എനിക്ക് പോകാൻ ഇട വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭാൻഗഡ് എന്ന് പറഞ്ഞ് രാജസ്ഥാനിൽ, ഇപ്പോൾ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ഇൻ ഇന്ത്യ എന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഭാൻഗഡാണ് ആദ്യം വരുന്നത്. അത് ഒരു ടെലിവിഷൻ കമ്പനിക്കാരുടെ ഹോണ്ടഡ് പ്ലേസസ് ഇൻ ഇന്ത്യ എന്നൊരു പ്രോഗ്രാമിന് വേണ്ടി അവരെന്നെ വിളിച്ച് അങ്ങനെ പോയതാണ്. ഭാൻഗഡിൽ എന്താണ് സാറേ ഉള്ളത്? ഭാൻഗഡ് എന്ന് പറയുന്നത് വളരെ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് വലിയ ഒരു ടൗൺഷിപ്പാണത്. അതിനകത്ത് മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, ഒരുപാട് സ്ട്രീറ്റ്സ് ഉണ്ട്, റെസിഡൻഷ്യൽ ഏരിയാസ് ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഒരു കോട്ടയുണ്ട്. കോട്ടയ്ക്കകത്തൊരു കൊട്ടാരമുണ്ട്. ഇതെല്ലാം ടോട്ടലി അബാൻഡൻഡാണ്, എത്രയോ നൂറ്റാണ്ടായിട്ട്. അപ്പോൾ ഇതിനകത്ത് മനുഷ്യവാസമില്ല. ഇത് സെൻട്രൽ ആർക്കിയോളജിയുടെ കീഴിലാണ് ഈ ഭാൻഗഡ് എന്ന് പറയുന്ന ഈ ഹോൾ ടൗൺഷിപ്പ്. അപ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ അതിനകത്ത് ആരും നിൽക്കാൻ അനുവാദമില്ല. അപ്പോൾ ഈ ടെലിവിഷൻ കമ്പനിക്കാരാണ് ആദ്യം പെർമിഷൻ വാങ്ങിക്കുന്നത് രാത്രി അവിടെ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ അവിടെ 1-2 രാത്രി ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. എന്തെങ്കിലും പ്രത്യേക അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അനുഭവം ഉണ്ടായെന്ന് പറയാൻ ഒക്കത്തില്ല. പക്ഷേ ഈ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുറേ അനുഭവങ്ങളുണ്ട്. അതായത് ആദ്യത്തെ ദിവസം നമ്മൾ വൈകുന്നേരം അവിടെ എത്തി. വൈകുന്നേരം എത്തിയിട്ട് അപ്പോൾ നേരത്തെ കുറേ വർക്കേഴ്സ് പോയി ഈ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ അവർക്കെല്ലാം ധൈര്യം കൊടുത്തിട്ട് നമ്മളിങ്ങ് പോന്നു. പിറ്റേ ദിവസം വൈകിട്ടൊരു കോമ്പറ്റീഷനാണ്. അതാണ് ഈ ടെലിവിഷൻ പ്രോഗ്രാം. അതായത് ഈ ഒരു എത്രയോ കിലോമീറ്ററുള്ള ഒരു ട്രാക്ക് ഇവർ ചോക്ക് പൊടി കൊണ്ടൊക്കെ മാർക്ക് ചെയ്തു.
ഇത് കോമ്പറ്റീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ വോളണ്ടിയേഴ്സായിട്ട് വരുന്ന ഈ കോമ്പറ്റീറ്റേഴ്സ് ഈ ട്രാക്കിലൂടെ നടക്കണം രാത്രിയിൽ. അപ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ എക്സ്പ്രഷൻസ് വാച്ച് ചെയ്യും ഒരു കൺട്രോൾ റൂമിലിരുന്ന്. ഏറ്റവും ധൈര്യമായിട്ട് ഈ ട്രാക്കിൽ കൂടെ നടക്കുന്നവർക്ക് എത്രയോ ലക്ഷം രൂപ സമ്മാനം. അതാണ് ഈ പ്രോഗ്രാം, ടെലിവിഷൻ പ്രോഗ്രാം. അതായത് ഈ ഭാൻഗഡിലെ ഹോണ്ടഡ് ഏരിയ ആയതുകൊണ്ട് അതിലൂടെ നടക്കാൻ പലർക്കും ഭയമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഒരു കോമ്പറ്റീഷൻ, നടക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് വരിക, നിങ്ങൾക്ക് പ്രൈസ് തരുന്നതായിരിക്കും. അതെ, ഇവർ നേരത്തെ അഡ്വർടൈസ് ചെയ്ത് അങ്ങനെ കുറേ കോമ്പറ്റീറ്റേഴ്സ് വന്നിരുന്നു. അപ്പോൾ ഞാനൊരു ജഡ്ജാണ്. ഈ എത്രമാത്രം ധൈര്യമായിട്ട് ഇവർ നടക്കുമെന്നുള്ള വാച്ച് ചെയ്യുന്നത് കൺട്രോൾ റൂമിലിരുന്നാണ് വാച്ച് ചെയ്യുന്നത്. ഈ CCTV വഴിയാണ് അവരുടെ മുഖം നമുക്ക് കാണാം. കോമ്പറ്റീഷൻ്റെ ദിവസം സന്ധ്യയ്ക്ക് അവിടെ എത്തി, കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമ്മളെത്തി. ഒരുപാട് ആളുകളുണ്ട്, വേറെ ക്രൂവുണ്ട് ഷൂട്ടിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ തലേ ദിവസം 2 പേരെ അവിടെ കാവലിട്ടു, വർക്കേഴ്സ്. അവർക്കവിടെ കിടക്കാൻ പേടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ടെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ചെന്ന ഉടനെ അവർ ഓടി വന്നു. രാത്രിയിൽ അവർക്ക് എല്ലാ അനുഭവം ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. അത് ഒരു സ്ത്രീയുടെ പ്രേതം വന്ന് 2 പേരും ഒരുമിച്ചാണ് ഒരു ടെൻറ്റിൽ കിടക്കുന്നത്. ഈ പയ്യൻ മൂത്രമൊഴിക്കാനോ മറ്റോ പോയപ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. ഇയാൾ വിറച്ചുകൊണ്ടാണ് പറയുന്നത്. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, എനിക്ക് 3 സാധനങ്ങൾ ഉടനെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും. കാരണം എന്നെ ഇവിടെ തളച്ചിട്ടിരിക്കുകയാണ്, എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 3 സാധനങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞ് 3 വൃത്തികെട്ട സാധനങ്ങളുടെ പേര് പറഞ്ഞു. അപ്പോൾ സ്ത്രീകളുടെ മെൻസസ് ബ്ലഡ് ഉള്ള തുണി 1, ഇതുപോലെ 3 കിട്ടാൻ എളുപ്പമൊന്നുമല്ല. ഇത് 3 സാധനം താൻ ഉടനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഇയാൾ മൂത്രമൊഴിക്കാതെ ഓടി വന്ന് രാത്രി മുഴുവനും പേടിച്ച് വിറച്ചിരുന്നു. പിന്നെ എന്നെ ആ സ്ത്രീ കൊല്ലും എന്നൊക്കെയാണ് ഈ പയ്യൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ഇല്ലേ, തലേ ദിവസം രാത്രി നിങ്ങൾ 2 പേര് മാത്രമല്ലേ ഉള്ളായിരുന്നു, ഇനിയിപ്പോൾ സ്ത്രീ വന്ന് കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കോമ്പറ്റീഷൻ നടന്ന പകുതിയായപ്പോൾ മറ്റേ ആൾ വന്നു. ഈ പയ്യൻ കിടന്ന് വിറയ്ക്കുകയാണ്, അയാൾക്ക് ബോധം പോയി, സ്ത്രീ വന്ന് ദേഹത്ത് കയറിയെന്നാണ് പയ്യൻ പറയുന്നത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ പയ്യനിങ്ങനെ കിടന്ന് കൈയും കാലൊക്കെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ബോധമില്ല. ഞാൻ കുറച്ച് വെള്ളം തെളിക്കാൻ പറഞ്ഞു. മുഖത്ത് വെള്ളം തെളിച്ചപ്പോൾ പയ്യന് ബോധം വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, താൻ എന്തായി കാണിക്കുന്നത്, നമ്മളൊക്കെ ഇല്ലേ? അപ്പോൾ പറഞ്ഞ്, ആ സ്ത്രീ വന്നു എനിക്ക് ബോധം പോയി. അപ്പോൾ പറഞ്ഞ്, നമ്മളെ ഒന്നും സ്ത്രീ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഓക്കെ ആയി. ഇത് ഒരു സംഭവം. പിന്നെ ഈ കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പേ സന്ധ്യാസമയത്ത് ഈ ബർഖ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ്സാണ് ആങ്കർ ഈ പ്രോഗ്രാമിൻ്റെ, മദാൻ. അവർ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ട് പിന്നെ ബുദ്ധ സന്യാസിനിയായിട്ട് പോയി, സിനിമയൊക്കെ വിട്ട്. ബർഖ എന്നോട് പറഞ്ഞു, അവിടെ ദൂരെ ഒരു ടെമ്പിൾ കാണാം, എനിക്ക് ആ ടെമ്പിളിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ, അപ്പോൾ ഞാൻ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, കാരണം എല്ലാവർക്കും പേടിയാണ് ഉള്ളിൽ. അപ്പോൾ ബർഖയും ഞാനും കൂടെ നടന്ന് ടെമ്പിളിൻ്റെ ചുറ്റും നടന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ കുറേ പേര് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് ഈ യൂണിറ്റിലുള്ള. ഞങ്ങൾ തിരിച്ചു വന്നപ്പം അവർ പറഞ്ഞു, നിങ്ങളുടെ പുറകെ ഒരു വെളുത്ത രൂപം വരുന്നുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കണ്ടില്ല. പക്ഷേ അത് 3-4 പേരുണ്ട്, എല്ലാവരും കണ്ടെന്നാണ് പറയുന്നത്. ഇത് സന്ധ്യ നമ്മൾ ചെന്ന ഉടനെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ദൂരെയാണ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സ്ട്രക്ചറാണ്. എന്നിട്ട് അതിനെ വലം വെച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ തന്നെ ഒരു വെളുത്ത രൂപം നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നെന്ന് അവർ പറയുന്നു. അവരെന്ന് പറഞ്ഞാൽ യൂണിറ്റിലുള്ളവരാണ്, ഒരാളല്ല, ഒന്നിൽ കൂടുതൽ പേരുണ്ട്. എല്ലാവരും കണ്ടു. അല്ല, ബർഖയും ഞാനും കൂടെയാണ് നടക്കുന്നത്. അതെ, അതൊന്ന്. പിറ്റേ ദിവസം രാവിലെ ഒരു അസിസ്റ്റൻറ്റ് ഫോട്ടോഗ്രാഫർ എന്നെ വന്ന് കണ്ടു. അയാൾ രാവിലെ മൂത്രമൊഴിക്കാനോ മറ്റോ പോയപ്പോൾ 3 വെളുത്ത രൂപങ്ങൾ ഇയാളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വളരെ ക്ലിയറായിട്ട് കണ്ടു. അത് മനുഷ്യ രൂപമാണോ അല്ലയോ എന്ന് പറയാൻ വയ്യ, നല്ല വെളുപ്പാണ്. 3 എണ്ണം ഉണ്ടായിരുന്നു. അത് എന്നെ തന്നെ ഇങ്ങനെ 3 എണ്ണം വാച്ച് ചെയ്തു എന്നയാൾ പറയുന്നു.
ഇങ്ങനെ ഇതൊക്കെയാണ് അവിടെ ഉണ്ടായത് പാരാനോർമൽ എന്ന് പറയാവുന്ന അനുഭവങ്ങൾ. ഓ ഓ. സാറിന് ഈ സ്പിരിറ്റ്സിലൊക്കെ വിശ്വാസം? അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. അല്ല. ആ. ഇപ്പോൾ റിസർച്ചിൽ നമ്മൾ ഇങ്ങനെ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക. അപ്പോൾ ഇപ്പോൾ ഒരാളൊരു രൂപം കണ്ടു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു സ്പിരിറ്റ് ആണെന്ന് അങ്ങ് തീരുമാനിക്കുന്നു, അത് ഇപ്പോൾ അവിടെ ഉണ്ടെന്ന്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് പലതും ആകാം. ഏറ്റവും കോമൺ ആയിട്ട് സാധാരണ ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോസ്റ്റ് എന്ന് പറയുന്നത് ടൈം സ്ലിപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. ടൈം സ്ലിപ്പ്? അതെ, ടൈം സ്ലിപ്പ്. അതായത് പണ്ട് നടന്ന ഒരു സംഭവം നമ്മളിപ്പോൾ കാണുന്നു. അതായത് ഉദാഹരണമായിട്ട് നമ്മളൊരു പഴയ കൊട്ടാരത്തിൽ പോകുന്നു. പഴയ കൊട്ടാരത്തിൽ ഒരു ചാരുകസേര കിടക്കുന്നു. അപ്പോൾ സൈക്കിക്കായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാളവിടെ കിടക്കുന്നു. പിന്നെ ഇയാൾ വേറൊരു മുറിയിൽ പോയി നോക്കുമ്പോൾ ആ കിടന്ന ആളുടെ ഫോട്ടോ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ പടം അവിടെ ഇരിക്കും. ഇതാരാണെന്ന് അന്വേഷിക്കുമ്പോൾ പണ്ടത്തെ രാജാവായിരുന്നു. അപ്പോൾ രാജാവ് പതിവായിട്ട് കിടന്നുകൊണ്ടിരുന്ന കട്ടിലാണത്, അല്ലെങ്കിൽ ചാരുകസേരയാണത്. അപ്പോൾ ഇപ്പോൾ രാജാവിൻ്റെ സ്പിരിറ്റ് അവിടെ കിടക്കുകയാണെന്ന് ഇയാൾ വിചാരിക്കും. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല. പണ്ട് രാജാവ് കിടന്ന ഒരു സീൻ ഇയാൾ കാണുകയാണ്. ഇതിന് അങ്ങനെ വിചാരിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്പിരിറ്റിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോൾ ആ എൻവയൺമെൻറ്റ് പണ്ട് എങ്ങനെയായിരുന്നു അതേപോലെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇപ്പം ആ ഭിത്തിക്ക് ചുവന്ന കളറാണ് അടിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. പക്ഷെ ഇയാൾ സ്പിരിറ്റിനെ കാണുമ്പോൾ പച്ച കളറായിട്ട് ആയിരിക്കും കാണുന്നത്. പിന്നെ അന്വേഷിക്കുമ്പോൾ പണ്ട് രാജാവിൻ്റെ കാലത്ത് ഭിത്തിക്ക് പച്ച കളറായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ടൈം സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ഹാലുസിനേഷൻ ആണെന്ന് പറയാം, അങ്ങനെ പറയാം. ഹാലുസിനേഷൻ എന്നുള്ള വാക്ക് സാധാരണ നമ്മളൊരു പത്തോളജിക്കൽ കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. അതായത് മാനസികമായിട്ട് തകരാറ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിന് സാധാരണ ഹാലുസിനേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല, വിഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് കാഴ്ചയാണ്. പണ്ട് നടന്ന ഒരു സംഭവം നമ്മളിപ്പോൾ കാണുന്നു. അതുകൊണ്ട് ഈ കാണുന്ന ആൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് മാത്രമല്ല, അയാൾക്ക് വേണമെങ്കിൽ ഇത് കാണാതിരിക്കാം. അയാൾ അതിലേക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ഇത് അയാളുടെ കൺട്രോളിലാണ് സൈക്കിക്സിൻ്റെ. അവരുടെ മനസ്സ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അവരുടെ മനസ്സ് പാസ്റ്റിലേക്ക് ട്യൂൺ ചെയ്യാം. അപ്പോഴാണ് ഇങ്ങനെയുള്ളത് കാണുന്നത്. സാധാരണ പറയുന്നത് അത് റിയൽ ആണെന്നുള്ളതാണ് അവരുടെ ഇതിൽ. അവർ ഇപ്പം നമ്മളുടെ പ്രസൻറ്റുമായിട്ട് 100% ടൈഡപ്പാണ്. ഇപ്പോൾ ഇവിടെ വളരെ സൈക്കിക്കായിട്ടുള്ള ഒരാൾ വരികയാണെങ്കിൽ അയാൾ ചിലപ്പോൾ ഈ കെട്ടിടമൊക്കെ പണിയുന്നതിന് മുമ്പ് ഇതെങ്ങനെയിരുന്നു എന്നുള്ളത് അയാൾക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്ന് വരാം. അപ്പോൾ അതയാളുടെ കുഴപ്പമല്ല, അതയാളുടെ ഒരു കപ്പാസിറ്റിയാണ്. കാരണം അയാളുടെ മനസ്സ് കൂടുതൽ ട്യൂണബിളാണ്. അയാൾക്ക് ചിലപ്പോൾ ഫ്യൂച്ചറിലേക്കും ട്യൂൺ ചെയ്യാമായിരിക്കാം, പാസ്റ്റിലേക്കും ട്യൂൺ ചെയ്യാം. നമ്മൾ ഈ സിദ്ധി ഉള്ളവർ എന്ന് പറയും. അത് സൈക്കിക്സ് എന്നാണ് നമ്മൾ പാരാസൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന വാക്ക്. സിദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലേ? അതെ. കാര്യം നമ്മളിപ്പോൾ പല സിദ്ധന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലേ? ഒരാളെ കാണുമ്പോൾ തന്നെ ഭാവി പറയും, ഭൂതം പറയും. അതെ, ത്രികാലജ്ഞാനം. ഈ കൂടിയ സൈക്കിക്സ് സാറിന് ഇതൊന്നും വെളിയിൽ പറയാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ അല്പം ഉള്ളവരാണ് ഇതൊക്കെ കൊട്ടിഘോഷിക്കുന്നത്, ഫ്യൂച്ചർ പ്രിഡിക്ഷൻസ് നടത്തുന്നു. അതൊന്നും ശരിയാകണമെന്നില്ല. പക്ഷെ ശരിയായിട്ട് അറിയാവുന്നവർ ഇത് ഉപയോഗിക്കാറില്ല. ഉപയോഗിച്ചാൽ തന്നെ അവരത് വെളിയിൽ പറയാറില്ല. സാർ പിന്നെ ഈ രാജസ്ഥാനിലെ സ്ഥലമല്ലാതെ പിന്നെ എവിടെയായിരുന്നു സാർ? അതുപോലെ തന്നെ ഈ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന നമ്പർ 2 ആയിട്ട് പറയുന്ന കുൽധാര. എവിടെയാണ്? അത് നോർത്ത് ഇന്ത്യയിലാണ്. അതൊരു ഹോൾ വില്ലേജാണ്. അത് ബ്രാഹ്മിൻ വില്ലേജായിരുന്നു. അത് അവിടുത്തെ മന്ത്രി, രാജാവിൻ്റെ മന്ത്രി, ഈ വില്ലേജിലെ ഒരു മുഖ്യൻ്റെ മകളെ അവിഹിത ബന്ധത്തിന് ശ്രമിച്ചു. അതുകൊണ്ട് ഇവർ ഒരു രാത്രി എൻ്റയർ വില്ലേജ് ബ്രാഹ്മിൻസ് വില്ലേജ് ഉപേക്ഷിച്ച് പോയെന്നാണ് ചരിത്രം.
ഹോൾ ഒരു വില്ലേജ് വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അത് ഹോണ്ടഡ് ആണെന്നാണ്. വീടുകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ് അവിടെ. പിന്നെ അവിടെ ആൾ താമസമില്ല, അബാൻഡൻഡ് ആണ്. അവിടെ ഇതുപോലെ തന്നെയാണ്. അവിടെയൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം ക്ലിയർലി ടൈം സ്ലിപ്പാണ്. പണ്ട് നടന്നിരുന്ന സംഭവങ്ങളാണ് പലരും ഗോസ്റ്റായിട്ട് കാണുന്നത്. അതായത് ഒരു വീട്ടിനകത്തു നിന്ന് കുട്ടിയെ ഉറക്കുന്ന താരാട്ട് കേൾക്കുക, ഒരു അമ്മ താരാട്ട് പാടി കുട്ടിയെ ഉറക്കുന്നത്, സൂക്ഷിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അകത്ത് കയറുമ്പോൾ ഒന്നുമില്ല. ഇങ്ങനത്തെ അനുഭവങ്ങളാണ്. അത് ചില വീട്ടിൻ്റെ അടുത്തെത്തുമ്പോൾ ആഹാരം പാചകം ചെയ്യുന്ന സ്മെല്ല് വരിക, പക്ഷേ കയറി നോക്കുമ്പോൾ ഒന്നുമില്ല. സാർ ഇതിനിടയ്ക്ക് മറ്റൊന്ന് ചോദിച്ചോട്ടെ, സാർ ഈ യോഗിക് പവേഴ്സുള്ള ആളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ 2 വർഷത്തോളം ഹിമാലയത്തിലുണ്ട്, ടൂർ ചെയ്യായിരുന്നു. അപ്പം കണക്കില്ലാതെ യോഗിമാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സാറിൻ്റെ 1-2 അനുഭവങ്ങൾ ഇപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങളെന്ന് പറയാം. ഹിമാലയത്തിലുണ്ട് സ്പിരിച്വലി എലിവേറ്റഡ് ആയിട്ടുള്ള ആളുകളെ സാർ കണ്ടിട്ടുണ്ടാവുമല്ലോ. സ്പിരിച്വലായിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരൊന്നും ഈ സന്യാസി വേഷമോ എന്തെങ്കിലും സ്പിരിച്വലായിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നവരൊന്നുമല്ല. ഏറ്റവും സിഗ്നിഫിക്കൻ്റായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഡൽഹിക്കാരൻ ഒരാൾ, അയാളൊരു സിംഗാണ്. അയാൾക്ക് സന്യാസി വേഷമൊന്നുമില്ല. അയാൾ ഡൽഹിയിൽ ചൂട് കൂടുമ്പോൾ ഹിമാലയത്തിലായൊരു വീടുണ്ട്, അവിടെ വന്ന് താമസിക്കും. അയാൾക്ക് കുറച്ച് സിദ്ധികളൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. സിദ്ധികളെന്ന് പറയുമ്പോൾ എങ്ങനെ? എന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കുറേ കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലായി. പക്ഷേ അത് അയാളൊരു സിദ്ധി എന്നുള്ള നിലയ്ക്കല്ല അയാളൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നത്, സംസാരത്തിൽ അറിയാതെ വരുന്നതാണ്. പിന്നെ അയാളെ പരിചയപ്പെടാൻ ഇടയായത് തന്നെ ഞാനൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ചെറിയ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഹോട്ടലുകാരൻ ചോദിച്ചു, താൻ ആരാണ്, എന്തിനിവിടെ വന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു റിസർച്ചുമായിട്ട് വന്നതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇനി താങ്കൾ വേറെ ആരെ അന്വേഷിക്കേണ്ട, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഇയാളെപ്പോലെ സിദ്ധിയുള്ള ഒരാളെ ഈ ഹിമാലയം മുഴുവനും നടന്നാലും കിട്ടത്തില്ല. അങ്ങനെ അയാൾ കൊണ്ടാണ് ഇയാളെ പരിചയപ്പെടുന്നത്. അദ്ദേഹം വലിയൊരു ലാൻഡ് ലോഡാണ്. ഡൽഹിയിലെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കൺട്രി സൈഡിൽ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. അപ്പോൾ ഈ വീട്ടിലിരുന്നാലും നന്ദാദേവി പീക്ക് കാണും. അത് ഭയങ്കര ഭംഗിയുള്ള ഒരു പീക്കാണ്. അതിൻ്റെ മുകളിലിങ്ങനെ മഞ്ഞ് മൂടിയിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു മേഘം എപ്പോഴും കാണും. അപ്പോൾ ഇയാളിങ്ങനെ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. സാറേ, ഈ ടൈം സ്ലിപ്പിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് മണിച്ചിത്രത്താഴിൻ്റെ കഥ കാണാനാവും. ടൈം സ്ലിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ മണിച്ചിത്രത്താഴിൻ്റെ കഥയും സ്ക്രീൻ പ്ലേയും എഴുതിയ മധു മുട്ടം എന്ന് പറയുന്ന ആളിനെ എനിക്ക് പേഴ്സണലായിട്ട് പരിചയമുണ്ട്. അത് ഈ മണിച്ചിത്രത്താഴ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാണ് അദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ കഥ മനസ്സിൽ വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നടന്ന ചില സംഭവങ്ങൾ ആണ് ഇതിൻ്റെ റൂട്ട്. അത് അതേപോലെയല്ല ഈ കഥയിൽ എഴുതിയിരിക്കുന്നത്. അതിന് ബിൽഡപ്പ് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത് ആലുംമൂട്ടിൽ എന്ന് പറയുന്ന ഒരു കായംകുളത്തുള്ള ഒരു തറവാടാണ്. അതുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡാണ് ഇദ്ദേഹം. അപ്പോൾ അവിടെ പണ്ട് ഒരു കാരണവർ കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അനന്തരവൻ തന്നെയാണ് കൊന്നത്. അപ്പോൾ ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഒരു നർത്തകിയെ കൊണ്ടുവന്ന് അവിടെ ഇദ്ദേഹം വളരെ റിച്ചായിരുന്നു. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഒരു നർത്തകിയെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്, കുടുംബത്തിൽ നടന്ന സംഭവങ്ങൾ. അതൊക്കെ വെച്ചുകൊണ്ട് പുള്ളി അദ്ദേഹത്തിൻ്റെ ഭാവനയൊക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഒരു തീം, ഇപ്പോൾ ഒരു ആൾ ഒരു സ്ഥലത്ത് ചെല്ലുന്നു. അപ്പോൾ അയാളെപ്പോലെ മനസ്സുള്ള ഒരാൾ പണ്ടവിടെ ജീവിച്ചിട്ട് ഉണ്ടെങ്കിൽ അയാളുടെ മെമ്മറീസൊക്കെ ഇയാൾക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അത് ടൈം സ്ലിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് നടന്ന സംഭവങ്ങൾ കാണുകയാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, അയാളുടെ മനസ്സ് അല്ലെങ്കിൽ മനസ്സിലുള്ള ചില വികാരങ്ങൾ, എലിമെൻറ്റ്സ് ഇദ്ദേഹത്തിലേക്ക് വരികയാണ്, ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അതാണ് കൺസെപ്റ്റ്. അപ്പം വെറും ടൈം സ്ലിപ്പ്, ബാധ കയറുക എന്നൊക്കെ പറയുന്നത്.
അത് ഇപ്പോൾ നമ്മൾ ഒരാളിനോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരും. ഇപ്പോൾ സാറെന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വേറൊരാൾ വന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഒരു വളരെ ഇമ്മച്ചുവറായിട്ടുള്ള ഒരു പയ്യൻ എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് തട്ടുത്തരം പറയാനാണ് തോന്നുക. അപ്പം നേരെ മറിച്ച് സാറ് ചോദിക്കുമ്പോൾ സീരിയസ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സാറിൻ്റെ മുമ്പിൽ ഞാൻ ഒരാളാണ്, എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു പയ്യൻ വരുമ്പോൾ ഞാൻ വേറൊരു രീതിയിലാണ് ഞാൻ പെരുമാറുന്നത്. അപ്പോൾ സാറ് എന്നിൽ നിന്ന് എലിസിറ്റ് ചെയ്യുന്ന റെസ്പോൺസും പയ്യൻ എന്നിൽ നിന്ന് എലിസിറ്റ് ചെയ്യുന്ന റെസ്പോൺസും രണ്ടാണ്, വ്യത്യസ്തമാണ്. എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക രീതിയിലായിരിക്കും നമ്മുടെ അനുഭവങ്ങളും പെരുമാറ്റമല്ല. വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ പെരുമാറ്റവും നമ്മുടെ റെസ്പോൺസസും ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ മണിച്ചിത്രത്താഴെന്നുള്ള സിനിമയിലെ ശോഭന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പണ്ടവിടെ ജീവിച്ചിരുന്ന ഒരു നർത്തകിയുടെ മനസ്സുമായിട്ട് ഒരു ലിങ്ക് വരുന്നു. അത് ടൈം സ്ലിപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് മാറ്റമൊന്നും വരുന്നില്ല, നമ്മൾ പണ്ട് കാണുന്ന സംഭവം ഒബ്ജക്റ്റീവായിട്ട് കാണുന്നതേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇതെന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല. പക്ഷേ അവർ പണ്ട് ജീവിച്ചിരുന്ന ഒരാളുടെ വികാരങ്ങൾ അവരിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, അവരിലേക്ക് സന്നിവേശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യോഗിക് പ്രാക്ടീസിൽ ഒരു പരകായ പ്രവേശം എന്നൊരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ ഇതിൽ നിന്ന് കൂട് വിട്ട് കൂട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് പോയിട്ട് സ്പൈ വർക്കിന് ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. റഷ്യയും ചൈനയൊക്കെ അങ്ങനെ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഒരു പുതിയ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, 20 സൂപ്പർ സൈക്കിക്സ് ഓഫ് ചൈന എന്ന് പറഞ്ഞു. അപ്പോൾ ചൈനക്കാരെ ഈ ഫീൽഡിൽ ഇപ്പോൾ ഒരുപാട് റിസർച്ച് ചെയ്യുന്നു. അവരിങ്ങനെയുള്ളവരെ കണ്ടെത്തി ചൈനയ്ക്ക് കൂടുതൽ അതിന് സാധ്യതകൾ കൂടുതലാണ്, ടിബറ്റുമായിട്ട് ചേർന്ന്. ഇന്ത്യക്കും അതിന് സാധ്യത കൂടുതലാണ്, പക്ഷേ ചൈന അത് കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതല്ലേ. റഷ്യയിലും ചൈനയിലുമാണ് കൂടുതലായിട്ട് ഇത് അവർ ഉപയോഗപ്പെടുന്നത്. റഷ്യയിൽ സൈക്കിക് ഡിസ്കവറീസ് ബിഹൈൻഡ് ദ അയൺ കർട്ടൻ എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. 2 ജേർണലിസ്റ്റ് റഷ്യയിൽ പോയി അവിടുത്തെ സൈക്കിക്കിനെ സ്റ്റഡി ചെയ്തിട്ടാണ് ഈ ബുക്ക് ഇറക്കിയത്. അവർ ഒരുപാട് വീഡിയോ എടുത്തു. ഈ വീഡിയോയിൽ പലതും ഇപ്പോൾ യൂട്യൂബിലുണ്ട്. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ബുക്ക് ഇറങ്ങിയ കാലത്ത് വളരെ രഹസ്യമായിട്ട് ഈ വീഡിയോസ് ഒരു പാരാസൈക്കോളജി കോൺഫറൻസിന് ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ആണ് ഞാൻ കാണുന്നത്. ഓക്കെ സാർ, സാറിനെ ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം, പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. അത്രയൊക്കെ. സാറ് ബുക്കുകൾ എഴുതാറുണ്ടോ? അല്ല, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ എക്സ്പീരിയൻസസ് ആണ് എഴുതുന്നത്? അതെയല്ലേ. ഓ ശരി. ആരെങ്കിലും റൈറ്റർ ഉണ്ടോ? ഇല്ല, ഞാൻ കമ്പ്യൂട്ടറിൽ ഞാൻ തന്നെ ടൈപ്പ് ചെയ്യും. കൺവേഴ്സൺ വിത്ത് കമ്പ്യൂട്ടർ അല്ലേ? ഓ ശരി. മനഃശാസ്ത്രജ്ഞനും പാരാസൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ജോർജ് മാത്യുവിൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റൂർ സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ. താങ്ക് യു. Mosaic India, a mirror to memorable musings. Magniloquent, optimistic, zestful, awesome, inspirational and courageous. Let's explore together.